തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലെ 4 ഡിവിഷനുകളിൽ കോൺഗ്രസ് ബി.ജെ.പി. ഡീലെന്ന് ഇടതുമുന്നണി. എളമക്കര സൗത്ത്, കലൂർ നോർത്ത്, കുന്നുംപുറം, പൊന്നുരുന്നി ഡിവിഷനുകളിൽ വ്യക്തമായ ധാരണയെന്നും എൽ.ഡി.എഫ് നേതാക്കൾ. വികസനം മാത്രം മുന്നോട്ട് വെച്ച് വോട്ടു തേടിയ എൽ.ഡി.എഫിന് ഇത്തവണ സാധാരണയിൽ കവിഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിലെ എളമക്കര സൗത്ത്, കലൂർ നോർത്ത്, കുന്നുംപുറം, പൊന്നുരുന്നി ഡിവിഷനുകളിലാണ് പ്രത്യക്ഷമായ ബി.ജെ.പി. യു.ഡി.എഫ് ധാരണയുള്ളത്. എളമക്കര സൗത്തിലും കുന്നുംപുറത്തും ബി.ജെ.പി. യു.ഡി.എഫിനെ സഹായിക്കുമ്പോൾ പൊന്നുരുന്നി ഡിവിഷനിൽ കോൺഗ്രസ് തിരിച്ചു സഹായിക്കുകയാണെന്നും എൽ.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കൂടിയായ മേയർ എം അനിൽകുമാർ പറഞ്ഞു. 4 സീറ്റുകളിൽ വളരെ വ്യക്തമായ ധാരണ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. RSS കാര്യാലയം ഇരിക്കുന്ന സ്ഥലമാണ് എളമക്കര സൗത്ത് ഡിവിഷൻ. ബി.ജെ.പിയുമായി ധാരണ ഉണ്ടാക്കിയിട്ട് ആ വോട്ട് UDF വാങ്ങുകയാണ്. കുന്നുംപുറം RSSന് പഴയകാലം മുതൽ പ്രവർത്തകരുള്ള സ്ഥലമാണ്. ആ സീറ്റ് BDJSന് കൊടുത്തു. പകരം പൊന്നുരുന്നി ഈസ്റ്റ് 43-ൽ സുനിത ഡിക്സൺ ഇരുട്ടി വെളുത്തപ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പ്രാദേശികമായ ആളുകൾക്ക് ഇത് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് മോളിൽ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലെന്ന് പറയും. അവസാന കൗൺസിൽ യോഗ ദിവസം വരെ UDF ആയിരുന്ന ദേവൻകുളങ്ങര ഡിവിഷനിലെ കൗൺസിലർ അടുത്ത ദിവസം മുതൽ ബി.ജെ.പി. ആയി ഇതേ ഡിവിഷനിൽ മത്സരിക്കുന്നു. വ്യക്തമായ കോൺഗ്രസ് ബി.ജെ.പി. ധാരണയുണ്ടായിട്ടും എൽ.ഡി.എഫിനെ ആക്ഷേപിക്കുകയാണ്. UDFന് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ റിബൽ സ്ഥാനാർത്ഥികളുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്നും എം അനിൽകുമാർ പറഞ്ഞു. അപ്പോൾ റബലുകൾ UDFന് എത്ര ഉണ്ടെന്നറിയും? 19 റബലുണ്ട്. ഇവിടെ പരിണിത പ്രജ്ഞരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് വരെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ റബലുകൾ മത്സരിച്ച തെരഞ്ഞെടുപ്പുണ്ടാകും. വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചാണ് LDF വോട്ട് തേടിയത്. UDF ഘടകകക്ഷികളുടെ സീറ്റുകളിൽ കോൺഗ്രസ് വോട്ട് ചോരുമെന്നും കോർപ്പറേഷനിൽ LDF ഭൂരിപക്ഷം നേടുമെന്നും എം അനിൽകുമാർ പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.